ഹായ് മക്കളെ, ജെസി സാറാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ സ്കൂൾ തുറക്കുകയാണ് അല്ലേ. അപ്പോൾ പുതിയൊരു അക്കാഡമിക് ഇയർ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ 10ാം ക്ലാസ്സിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ മക്കളെ, ഞാൻ പറയുന്നൊരു കാര്യം ഇന്നെന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മറ്റൊന്നല്ല, ഒരു സിമ്പിൾ ടിപ്സുകളാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അത് പല ആളും ചോദിക്കാറുണ്ട്, സാർ നമ്മളെങ്ങനെ പെട്ടെന്ന് സക്സസ്സിലേക്ക് എത്തും, ഒരു ഫുൾ എ പ്ലസിലേക്കൊക്കെ നമ്മൾ എത്തും. പെട്ടെന്ന് നമുക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എത്തുക എന്നുള്ളതല്ല. നമ്മൾ ചില സാധനങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, പതിയെ പതിയെ നമ്മൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. പഠിക്കുന്ന ഒരു സമയം, ആദ്യം ചെയ്യേണ്ട കാര്യം, പഠിക്കുന്ന സമയം ഒരു മണിക്കൂർ വീതമുള്ള സ്ലോട്ടുകളാക്കി നമ്മൾ തിരിക്കണം എന്നുള്ളതാണ്. ഓരോ മണിക്കൂർ വീതമുള്ള പ്രധാനപ്പെട്ട സമയങ്ങളാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈമിനൊന്ന് മാനേജ് ചെയ്യുക. അപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നു, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ നിങ്ങളൊന്ന് എൻ്റർടൈൻ ചെയ്യുക, അതിനുശേഷം വീണ്ടും പഠിക്കുക. ആ രീതിയിലേക്ക് നിങ്ങളുടെ പഠന സമയത്തെ ഒരു മണിക്കൂർ വീതം നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, 1-2 തവണ നിങ്ങൾ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു, ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ആ പോർഷൻസ് 1-2 തവണ നിങ്ങൾ വായിക്കുന്നു. വായിച്ചാൽ മാത്രം അതിൽ കാര്യമല്ല. വായിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം, അത് നമുക്കൊന്ന് മനസ്സിലേക്ക് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് 1-2 തവണ നമ്മൾ വായിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ മൈൻഡിനകത്ത് എത്രത്തോളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റുക എന്താണ്, ആ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലൂടെയാണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു സെറ്റായ കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊരു എക്സാം നമ്മൾ എഴുതി നോക്കുക. നമ്മൾ തന്നെ എക്സാം എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നു, അതിൽ ഇത്തരം ഫിക്സഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു എക്സാം നമ്മൾ എഴുതി നോക്കുക. എഴുതുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുക എത്രത്തോളം നമുക്ക് പഠിച്ച കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ട്, നമുക്ക് എത്രത്തോളം നമ്മുടെ സ്പീഡ് എത്രത്തോളം ഉണ്ട്, എഴുതുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് സ്പീഡിൽ എഴുതാൻ പറ്റുന്നുണ്ട്, കണ്ടൻറ്റുകൾ എത്ര വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വയം വിലയിരുത്താൻ പറ്റുക അത്തരത്തിലേക്കുള്ള എക്സാമുകളാണ്. എക്സാമുകൾ നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നീടുള്ളൊരു നാലാമത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കും. അത് മറ്റൊന്നല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മിററിൻ്റെ മുൻപിൽ നിന്ന്, ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ആക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലേക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ ചെയ്യാം. അത് നിങ്ങളൊരു പേഴ്സണൽ സ്പേസിനകത്ത് നിങ്ങൾ ചെയ്താലും മതി. അത് മറ്റുള്ളവരെ കാണിക്കണമെന്നൊന്നുമില്ല. അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിനകത്ത് എന്ത് ചെയ്യും, അത് ഫിക്സ് ചെയ്യും, അത് മറന്നു പോവില്ല. അങ്ങനത്തെ വലിയൊരു പോസിറ്റീവ് സാധനമാണ് അതിനകത്ത് കിട്ടുന്നത്. അതാണ് 4ാമത്തെ സ്റ്റേജ്. പിന്നെ 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത് അത് മറ്റൊന്നുമല്ല, സൈലം എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സൈലത്തിനകത്ത് നിങ്ങൾക്കറിയാം അസ്ത്ര ബാച്ച് ഉണ്ട്. അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പഠിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ അസ്ത്രയ്ക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമായ സമയത്തൊക്കെ നിങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പം ഓഫ്ലൈൻ സെൻറ്ററിലേക്കൊക്കെ എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അസ്ത്രയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഫുൾ ടൈം ഇതേപോലെ തന്നെ കറക്റ്റ് ടൈമിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ മക്കൾ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, നോട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുക, എക്സാമുകൾ ഉണ്ടാവും, ഒക്കെ നമുക്ക് ഒരു എങ്ങനെയാണോ ഉള്ളത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ തരും. അതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറയുക മക്കളെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിനകത്ത്, ഏതെങ്കിലും ഒരു സ്ലൈഡിനകത്ത്, ജസ്റ്റ് ഒരു സ്ലൈഡിനകത്ത് എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന സൈലത്തിനകത്ത് കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഓൺലൈൻ ഫാക്കൽറ്റീസ് അവരെടുക്കുന്ന ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എവിടെയാണോ സംശയമുള്ളത്, ആ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അത് വലിയൊരു അവസരമാണ്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള അടിപൊളി ഫീച്ചേഴ്സാണ് അസ്ത്ര ബാച്ചിനകത്തുള്ളത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം മക്കൾ, കോൺടാക്ട് ചെയ്യുക, അസ്ത്രയുടെ ഭാഗമായി മാറുക. സോ അടിപൊളി ഉഷാറായി പഠിക്കുക. ഈ വർഷം നമുക്കുള്ളതാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്.